എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഇവിടെ പുറത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ബഹളാണ്. ഇവിടെ ഒരു സ്ഥലക്കച്ചവടവും കുറച്ച് മണ്ണിടൽ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ്. അല്ലറാണ്. ഓക്കെ, സാധാരണ ഞങ്ങള് മാത്രമേ ഉണ്ടാകാറുള്ളൂ അലമ്പാക്കാൻ. ഇപ്പൊ പുറത്തുനിന്ന് JCB വരെ കൊണ്ടുവന്നിട്ട് അലമ്പുണ്ടാക്കുന്നുണ്ട്. സാരല്ല, ക്ഷമിക്കുക. അതായത് നിങ്ങൾ ഭയങ്കര ചൊറിച്ചിലാണ്. ചൊറിയാൻ JCB തന്നെ വേണമെന്ന്. അതെ, ഓക്കെ. എന്തായാലും കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. കിഴിയിലേക്ക് പോകും. ഇന്ന് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ട്. അതായത് എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ആണ്. അത് ആർക്ക് കിട്ടും നോക്കാം. ഫസ്റ്റ് കിഴി ഞാൻ തന്നെ എടുക്കാം. ഓക്കെ, എടുത്തോ. ചാമ്പിക്കോ നോക്കിയിട്ട് കാര്യമില്ല. ചാമ്പിക്കോ കത്തിക്ക് കത്തൂലടാ. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. ഇതിന്റെ ടൈറ്റിൽ ഇതാണെങ്കിലേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ തിരിച്ചായിരുന്നു കോപം. ഈ സിനിമ ചെയ്തവരോടായിരുന്നു നാട്ടുകാർക്ക് കോപമായി. എന്താണെങ്കിലും സിനിമേന്റെ OTT റിലീസ് മാർച്ച് 21, അതായത് നാളെ. ആമസോൺ പ്രൈമിൽ കേട്ടോ. നാളെ 21. നാളെ അല്ല, മറ്റന്നാൾ. സോറി. അല്ലെങ്കിൽ നമ്മൾ ടൈം ലൂപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ഓക്കെ, അടുത്ത കിഴി തുടരും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. U സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 1:56 ഇതിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, ഇത് എമ്പുരാൻ വരുന്നതിന് മുമ്പായിട്ട് പുറത്തുവിടുമെന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം എമ്പുരാൻ സിനിമയുടെ കൂടെ ഇതിന്റെ ട്രെയിലർ കളിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ. ഓക്കെ, പിന്നെ തരുൺമൂർത്തി ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. എമ്പുരാന് ശേഷം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തുടരും വരും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കുന്ന സംഭവമാണല്ലോ. അതെ, തുടരും സിനിമേന്റെ മറ്റൊരു കാര്യമുണ്ട്. അതായത് എമ്പുരാൻ സിനിമ ബി റിലീസ് മാറ്റാനുള്ള സാധ്യത കണ്ടിരുന്നു. അന്ന് ആ ഡേറ്റിലേക്ക് തുടരും ഇങ്ങോട്ട് വലിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതാണ് അടുത്തത്. ഇതായാലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു പാർട്ടികളും വിശ്വസിക്കും. അങ്ങനെ പറയല്ല, ഒരാളും വിശ്വസിക്കൂല. വിശ്വസിക്കൂല, നമ്മൾ മാത്രം വിശ്വസിക്കും. ഓക്കെ, അടുത്തത് മോളിവുഡ് ടൈംസ്. ഓക്കെ, സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രീ പ്ലാൻ ഉണ്ടല്ലോ, ആ പരിപാടി ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നസ്ലനാണ് നായകനായിട്ട് വരുന്നത്. അഭിനവ് സുന്ദർ നായിക്കാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഉണ്ണി അസോസിയേറ്റ്സിന്റെ സംവിധായകൻ. ഒരു വെറൈറ്റി പരിപാടി തന്നെ ആയിരിക്കും അല്ലേ? വെറൈറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെ, നസ്ലൻ അല്ലെങ്കിൽ വെറൈറ്റി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി ഇന്ത്യൻ 3. അടിപൊളി. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് പരിപാടി മൊത്തത്തിൽ ഉപേക്ഷിക്കാനുള്ള പ്ലാൻ ആണെന്നൊക്കെ കേൾക്കുന്നത്. എന്താണ് അവരെ കൊണ്ടോട്ട് അവരെ കുടുംബം വരെ വിൽക്കേണ്ട സ്ഥിതിയാക്കി കൊടുത്ത്. ശങ്കറിനെ ഉണ്ടല്ലോ, ശങ്കറിനെ മാത്രം പറഞ്ഞ ശങ്കറിനെ മാത്രല്ല ഒരുപാട് സിനിമ ഉണ്ട്. പിന്നെ രജനീകാന്തിന്റെ 3-4 സിനിമകളാണ് അത്ര വയസ്സായി പൊട്ടിപ്പോയത്. ശങ്കറിനെ മാത്രം എന്തിനു പറയണം. എനിക്കൊരു രക്ഷ കിട്ടിയത് രജനീകാന്ത്. കാരണം അന്ന് ഫസ്റ്റ് ചെയ്തെടുത്ത ഏതാ ദർബാറാണ് തോന്നുന്നത്. ദർബാറാണോ? അതിന് മുമ്പ് ഏതിനുണ്ടോ? പേട്ടയല്ല, അല്ല, വേറെ ഏതൊരു സിനിമ ഉണ്ടല്ലോ അതിന് മുമ്പ്. 2.0 ആണോ? 2.0 പക്ഷെ ഭയങ്കര വിജയം ഉണ്ടായി. അതെ, ദർബാറാണ് തോന്നുന്നു. ദർബാറിലൂടെ ഉണ്ടാക്കിയ നഷ്ടം അത് നികത്താൻ ആള് വേറെ സിനിമ അങ്ങനെ ചെയ്ത് കൊടുത്ത് ഇപ്പോഴും അത് നികത്തിയിട്ടില്ല. ലാസ്റ്റ് വേട്ടയെ വരെ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ പടം എടുത്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് വിടാമുയർച്ചി കൂട്ടി. അതായത് സിനിമകളാ ലൈക്കന്റെ ഏറ്റവും അവസാനമായി കൂട്ടിയത് അതാണ് വിടാമുയർച്ചി. താങ്ങാൻ പറ്റില്ല, എങ്ങനെ താങ്ങ. അടുത്തത് സിക്കന്ദർ. അടിപൊളി. സിക്കന്ദർ സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 30 കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. 3 ദിവസം കിട്ടിയില്ലേ? എമ്പുരാൻ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ വീരധീരസൂനം കാണും. ശേഷം നമ്മൾ പോയിട്ട് സിക്കന്ദർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ കാണും. അതെ, ഇവിടേക്ക് വന്നാല് പിന്നെ ഹെവി പോസിറ്റീവാണ് വരുന്നതെങ്കിൽ പിന്നെ നോക്കണ്ട. അതാണ്. എന്താണെങ്കിലും മാർച്ച് 30 എന്ന് പറഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച റിലീസ് ആകുക എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാന്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് സിനിമ ഏതായിരുന്നു അറിഞ്ഞു? ടൈഗർ 3 ആണോ? ടൈഗർ 3 ഞായറാഴ്ചയായിരുന്നു. അതെ, ഞായറാഴ്ചയായിരുന്നു. അത് ദീപാവലി ആണെന്ന് സംശയമുണ്ട്. ഓക്കെ, എന്തായാലും അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സൗബിൻ സാഹിർ ദുൽഖർ മൂവി സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങാൻ പോവാണ്. കൂലി സിനിമയുടെ പാക്കപ്പ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സൗബിൻ അങ്ങ് ഫ്രീ ആയി. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഷൂട്ട് തുടങ്ങുന്നത് എന്നാന്നുള്ളത് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും പറഞ്ഞില്ല. മെയ്യിൽ ഇതിന്റെ
പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് തുടങ്ങാൻ പോകണം. അതെ, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ദുൽഖർ ഇപ്പോൾ ചെറിയൊരു ഇടവേള എടുത്തിട്ടുണ്ട്. അതെ. അടുത്തത് ഓക്കെ, പരാശക്തി. പരാശക്തി സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീലിൽ രവി മോഹനും പിന്നെ ശിവകാർത്തികനും ഒരുമിച്ച് എത്തുന്നു. ഓക്കെ ഓക്കെ. സുധാ കൊങ്കാരയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. കുറേ ഉണ്ട്. നമ്മുടെ ബേസിൽ ജോസഫ് ലേറ്റസ്റ്റ് കുറേ പേരുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കീഴ് STR 49 സിനിമയിലേക്ക് നായികയായിട്ട് പരിഗണിക്കാൻ പോകുന്നത് 2 പേരെയാണ്. ഒന്ന് മൃണാൾ താക്കൂർ, നമുക്കിഷ്ടപ്പെട്ട നടിയാണ്. ഒന്ന് ഖയാദുൽ ലോഹർ, നമുക്കിഷ്ടപ്പെട്ട മറ്റൊരു നടിയാണ്. ആര് വന്നാലും സന്തോഷം. സാധ്യത കൂടുതൽ പറയുന്നത് ഖയാദുനാണ് കേട്ടോ. ആയിരിക്കും. അതങ്ങനെ വരാൻ പാടുള്ളല്ലോ. അങ്ങനെ വരണല്ലോ. ആയിക്കോട്ടെ. രാംകുമാർ ബാലകൃഷ്ണൻ അല്ലേ, Yes. ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പാർക്കിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ അടുത്ത സിനിമയാണ്. STRന്ന് വെച്ച്. അടുത്തത് ധനുഷ് മമിത ബൈജു മൂവി. ഓക്കെ. വിഘ്നേഷ് രാജായിരിക്കും സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പൊറത്തൊഴിലിന്റെ ഡയറക്ടർ. ഓക്കെ. വെൽ മൂവീസ് ആണ്, വെൽസ് ഫിലിംസ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ. ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെ കാരണം ധനുഷിന്റെ അങ്ങനെ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? കുറച്ച് പരിപാടികൾ ഇപ്പോ കുറച്ച് സീരിയസും ഒരു ഡാർക്ക് പരിപാടി അല്ലേ കുറച്ച്. ശരിക്കും ധനുഷിന്റെ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ. ഇപ്പൊ മാരി പോലെയൊക്കെ ഒരു പടം ശരിക്കും തിരുച്ചിത്രാമ്പലാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ തിരുച്ചിത്രാമ്പലം നല്ല പടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതായത് ഈ ഔട്ട് ആൻഡ് ഔട്ട് മാസ് പരിപാടി അല്ലെങ്കിൽ സാധനം വരുന്നില്ലല്ലോ ഇപ്പൊ. ധനുഷിന്റെ ലാസ്റ്റ് എനിക്ക് മാരി 2 ആണ് അങ്ങനത്തെ ഒരു സാധനം വന്നത്. പക്ഷെ അങ്ങനെയുള്ള സിനിമയാണോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു പ്രണയവും കുറച്ച് ഫൈറ്റ് ഒക്കെ ആയിട്ട് ധനുഷിനെ ഒന്ന് കാണാൻ കുറെ നാളായി കാത്തിരിക്കുന്നു. വെയിറ്റിംഗ്. കിട്ടുമായിരിക്കും. അതെ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് എന്താണ്? ട്രailer, ഒഫീഷ്യൽ ട്രailer എന്നാണ് എന്നുള്ളതാണ് ഓരോരുത്തരുടെ മനസ്സിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അല്ലേ? അതിനുള്ള ഉത്തരം എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് വരും. പിന്നെ മറ്റൊന്ന്, ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എപ്പോഴാണെന്നുള്ളത് അതൊരു വലിയ ചോദ്യമാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 7 മണി. ലൂസിഫറിന്റെ വന്നതുപോലെ 9 മണിക്ക്. പക്ഷേ അല്ല, അങ്ങനെ ചിന്തിക്കാൻ കാരണം അറിയോ? നോമ്പൊക്കെ അല്ലേ? അതെ, നോമ്പിന്റെ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇതേ ടൈമിൽ തന്നെയായിരുന്നു ലൂസിഫർ റിലീസ് വന്നുകൊണ്ടിരുന്നതും അതിന് മുന്നേ ട്രെയിലർ വരുന്നതും ഒക്കെ. ഇങ്ങനത്തെ ടൈമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരേ ഡേറ്റ്, ഒരേ സമയം, അങ്ങനെയുള്ള രീതിയിലായിരിക്കും എന്നുള്ള ഒരു ഡീകോഡിങ് രീതിയിലാണ് ഇത് ആൾക്കാർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇത് ഉച്ചക്ക് മുൻപ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയ കേട്ടോ. അതായത് ഉറപ്പൊന്നുമില്ല. അതെ, ഒരു കൺഫേം ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ അറിയാൻ പറ്റിയ എങ്ങനെയാണ്, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രെയിലർ പുറത്തു വരും. ഈ നോമ്പും ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് നേരത്തെ ആക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള ഓഡിയോ ലോഞ്ചും ഉണ്ട്. വലിയ ഗ്രാൻഡ് പരിപാടി അല്ല എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ട്രെയിലർ ലോഞ്ച് അതായത് ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 12 മണിയാകുമ്പോഴത്തേക്കും ട്രെയിലർ പുറത്തു വിടുന്നു. അങ്ങനെയാണ് ഇതുവരെ കേട്ടത്. സത്യമാകുമോ? നിങ്ങൾ വലിയതായിട്ട് അങ്ങ് വിശ്വസിക്കണ്ട. ഒരു 99.9% വിശ്വസിച്ചാൽ വേണമെങ്കിൽ ഒരു പോയിന്റ് അങ്ങ് മാറ്റി വെക്കാം. ഇല്ലുമിനാട്ടി കേട്ടിട്ടില്ലേ? അത്ര ഉള്ളൂ. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. ഐമാക്സ് വരുമെന്ന് പറഞ്ഞു വന്നു ഇല്ലേ? അതുപോലെ പക്ഷെ ഡോൺലി വരുമെന്ന് പറഞ്ഞത് വരും നിങ്ങൾ കരുതണ്ട. അത് ബോബി പറഞ്ഞ ഡയലോഗ് ആയിപ്പോട്ടെ ലൂസിഫറിൽ. എന്താണ് ക്യാഷ് വരും എന്ന് പറഞ്ഞത് വന്നു. ഇനി മറ്റുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അതത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇങ്ങനെ കരുതി ഇരുന്നത് മൊത്തം സംഭവിച്ചു. പക്ഷെ ലാസ്റ്റ് ആളുടെ പോയതാ കണ്ടത്. ഏത് വന്നത് മൊത്തം ഒരു വരവ്, പക്ഷെ ഒരുമിച്ചങ്ങ് പോയല്ലോ. പോയി. ഡോളിയുടെ കാര്യത്തില് നമ്മളിത് ഒരുമിച്ച് ഒരു പോക്ക് പോകാനുള്ളതാ. ഒരു പോക്ക് പൊലമ്പോക്ക്. എങ്ങനെയുണ്ട്? ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞ എക്സ്ക്ലൂസീവ്. അതിനു മുൻപേ പോസ്റ്റർ പുറത്തു വിട്ട് ഞങ്ങളെ പറ്റിച്ചു. സ്ഥിരം നടക്കുന്നതായതുകൊണ്ട് ഇപ്പൊ അതൊന്നും വലിയ സംഭവം. എന്തായാലും നമ്മളെ അറിയുന്ന സ്പോട്ടില് വീഡിയോ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഇത് പുറത്തു വിടാനുള്ള സമയം കിട്ടണ്ടേ? അതിന് മുൻപ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി. ഇതൊക്കെ അറിഞ്ഞ് ചെയ്തു വെച്ചു. വീഡിയോ ചെയ്തു വെച്ചിട്ട്
അത് ഇറക്കി വിടാനുള്ള സമയം കിട്ടിയില്ല, അപ്പോഴേക്കും അവര് വിട്ടു. പക്ഷേ സാരമില്ല, നമ്മൾ പ്രതീക്ഷിച്ചത് 6 മണിക്കായിരിക്കും ഇതിന്റെ പോസ്റ്റർ എന്നുള്ളതായിരുന്നു. അവിടെയാണ് ഈ കണക്കൂട്ടൽ തെറ്റിയത്. അവിടെയാണ് എന്തായാലും അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണത്. കണക്കൂട്ടല് പല സമയങ്ങളായിട്ട് തെറ്റുന്നുണ്ട് ഇപ്പൊ. മൊത്തം തെറ്റിക്കാൻ വേണ്ടി നടക്കുകയാണോ എന്നൊരു സംശയം. അതെ, എന്താണെങ്കിലും വരട്ടെ. എന്താണെങ്കിലും അടുത്ത കീഴി മിറാഷ്. ഓക്കെ, സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിലാകുമ്പോഴത്തേക്കും പാക്കപ്പ് ആവും എന്നുള്ളത്. സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. ഇവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ അപ്ഡേറ്റ്സ് കൊടുത്തും ചെയ്തു. അവര് കൊടുത്ത അതേ അപ്ഡേറ്റിനുള്ളില് സിനിമ തീർക്കാൻ വേണ്ടിട്ട് അവര് കഷ്ടപ്പെട്ടു. ജിത്തു ജോസഫും ആസിഫലിയും അതിനു വേണ്ടിട്ട് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞ രാത്രി ഫുള്ള് കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ചെക്കന്മാര് പറഞ്ഞതാണ് ആ സമയത്തിന് മുന്നേ തീർക്കണില്ലേ, അവരുടെ അന്തസ്സിനെ അത് ബാധിക്കും എന്നൊക്കെ വൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഓക്കെ, എന്തായാലും അവര് നീതി കാണിച്ചു. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവ്വം. ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. മാളവിക മോഹൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട്. അതിൻ്റെ കുറേ സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പഠിക്കാൻ പറ്റി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പഠിച്ചതൊക്കെ പ്രാവർത്തികമാക്കും കൂടി വേണം, പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അതും കൂടി പറഞ്ഞു തരാം. എന്താണെങ്കിലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. അതെ, മറ്റുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ഇനി പോസ്റ്റർ റിയാക്ഷൻ വളരെ പെട്ടെന്ന് വരും. ട്രെയിലർ അനൗൺസ്മെന്റ്, പോസ്റ്റർ റിയാക്ഷനുമായിട്ട്. അപ്പം ബൈ.